പിങ്ക് ഹെവൻ എന്ന് പറയുന്ന ഒരു പേജിൽ 7 മണിക്കൂർ മുമ്പ് വന്ന ഒരു പോസ്റ്റാണ്. നീനു വിവാഹിതയായത് സത്യം തന്നെ, കെവിന്റെ വീട്ടുകാരുമായി അടുപ്പമില്ല, വിവാഹം നടത്തിയത് കെവിന്റെ അച്ഛനുമല്ലെന്ന്. പിന്നെ അവരുടെ കറക്റ്റ് അറിയണം, ഇതിനകത്ത് ഇത്ര തരാം അവരോട് ചോദിക്കും. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. പ്രണയം എപ്പോൾ വേണോ ആർക്കും എപ്പോൾ വേണോ സംഭവിച്ചേക്കാം. അതിന് നിറമോ അല്ലെങ്കിൽ പ്രായമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമോ ഇല്ലാതെയും അങ്ങനെ ഉണ്ടായും സംഭവിക്കാം. അതൊക്കെ ഓരോ വ്യക്തികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടിരിക്കും പ്രണയത്തിൻ്റെ കാര്യം. ഇവിടെ പറഞ്ഞു വരുന്നത്, ഈ സാക്ഷര കേരളത്തിന് ഏറ്റവും കൂടുതൽ തലകുനിക്കേണ്ടി വന്നിട്ടുള്ളൊരു ദാരുണ സംഭവമാണ് കെവിൻ്റെ ക്രൂരമായ വേട്ട. കെവിനെ കൊന്ന് തള്ളിയത്, അഥവാ കെവിൻ എന്ന് പറയുന്നൊരു യുവാവ്, അദ്ദേഹത്തിന് മറ്റൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു. പക്ഷേ 2 സമുദായങ്ങൾ ആയിപ്പോയി. ആ വിവാഹം അതിനുശേഷം ആ ഒരു പെൺകുട്ടിയായിട്ടുള്ള ജീവിതം തുടങ്ങുന്ന സമയത്ത് തന്നെ അയാളെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെ ആ ഒരു ഘാതകരായിട്ട് മാറി വേട്ടയാടുന്നു എന്നുള്ള കാര്യം. ആ വേട്ടയിൽ അയാൾ ഉയരറ്റ് വീഴുന്നു എന്നുള്ളൊരു പുഴയിൽ നിന്നൊക്കെ ഇത് കിട്ടിയതൊക്കെ നമുക്കറിയാം. അത്രയും വലിയ ദാരുണ സംഭവത്തിന് ശേഷവും സ്വന്തം വീട്ടുകാർക്കൊപ്പം പോവാത്ത നീനുവിനെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ നീനു ഈ കെവിൻ്റെ വീട്ടുകാർക്കൊപ്പമാണ്. അന്ന് ആ ഒരു അലമുറയിട്ട് കരയുന്ന കെവിൻ്റെ ആ ഒരു മൃതശരീരത്തിലേക്ക് അലമുറയിട്ട് കരയുന്ന നീനുവിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. ഇന്നും അതൊരു വേദന തന്നെയാണ്. ആ നീനു ഇന്ന് എവിടെയാണ് എന്നുള്ള ചോദ്യം മുതൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത്, ഇപ്പോൾ ഈ റീസെൻ്റ്ലി വന്ന ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പെൺകുട്ടി ഒരു വീണ്ടും വിവാഹിതയായി എന്നുള്ളത് വളരെ സന്തോഷം തോന്നിയ വാർത്തയായിരുന്നു. കാരണം ഞാൻ ഒരുപാട് വാർത്ത കണ്ടു, പക്ഷേ ഞാൻ അതിനകത്ത് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാനൊന്നുമില്ല എന്ന് തോന്നിയില്ല. കാരണം വാർത്ത കണ്ടു പോകുക എന്നുള്ളതിനപ്പുറം അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് ഞാൻ പോയില്ല, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്ത് വരുന്ന ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ആ കുറിപ്പിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ വീണ്ടും ചില നൂലാമാലകൾ അല്ലെങ്കിൽ മറ്റെന്തോ കാര്യങ്ങൾ കൂടെ സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചതും അതിനപ്പുറത്തേക്കും ചില സംഭവിക്കുന്നുള്ള കാര്യമാണ്. ഒരു ഇൻ്റർപ്രിട്ടേഷനും അല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ ഒരു തോന്നൽ വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ ആരെയും ഞാൻ ഒരു വാക്കുകൊണ്ട് പോലും പറയത്തില്ല. പക്ഷേ ഇതിനകത്ത് പുറത്തേക്ക് വന്നേക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് സത്യം അല്ലെങ്കിൽ എന്താണ് എന്നുള്ള കാര്യങ്ങളെ അത് ചിലപ്പം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഇതൊക്കെ പുറത്ത് വരട്ടെ എന്ന് ആശംസിക്കാം, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഒരു പ്രണയത്തിൻ്റെ പേരിൽ ഒരു രക്തസാക്ഷി ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം അയാൾ മരണപ്പെട്ടതിൻ്റെ കാരണം അയാളുടെ ജാതിയോ മതമോ ഒക്കെയാണ്. അപ്പോൾ ആ ഒരു കാരണത്തിൽ മരണപ്പെട്ട ഒരു വ്യക്തിക്ക് നീതി കിട്ടണം, ആ കുടുംബത്തിന് നീതി കിട്ടണം, ആ വിധവയ്ക്ക് നീതി കിട്ടണം, ആ കുട്ടി മറ്റൊരു വിവാഹത്തിലേക്ക് പോയെന്നുള്ള ഒരു സത്യമോ കള്ളമോ എന്നതടക്കം കെവിൻ്റെ വീട്ടുകാരും അതോടൊപ്പം തന്നെ ഈ കുറിപ്പും. ഞാൻ ആദ്യം ഈ കുറിപ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് വായിക്കാം. ഈ കുറിപ്പിൻ്റെ മറ്റ് സാരാംശങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പുറത്തു വരേണ്ടതാണ്. അത് വഴിയെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കാം. നമുക്ക് ആദ്യം ഈ കുറിപ്പ് വായിക്കാം. നീനു വിവാഹിതയായത് സത്യം തന്നെ, കെവിൻ്റെ വീട്ടുകാരുമായി അടുപ്പമില്ല. ശ്രദ്ധിക്കണം, ഇതെല്ലാം വളരെ ശ്രദ്ധിക്കണം. പിങ്ക് ഹെവൻ എന്ന് പറയുന്ന ഒരു പേജിൽ 7 മണിക്കൂർ മുമ്പ് വന്ന ഒരു പോസ്റ്റാണ്. നീനു വിവാഹിതയായത് സത്യം തന്നെ, കെവിൻ്റെ വീട്ടുകാരുമായി അടുപ്പമില്ല, വിവാഹം നടത്തിയത് കെവിൻ്റെ അച്ഛനുമല്ല. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനോരമ ന്യൂസ് കണ്ടെത്തിയ വിവരങ്ങൾ ഇങ്ങനെ. മനോരമ ന്യൂസ് കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പോസ്റ്റ് വന്നേക്കുന്നത്. കെവിൻ്റെ മരണത്തോടെ വിഷമം ഉള്ളിൽ ഒതുക്കി പഠിച്ച് ജീവിതം തിരികെ പിടിക്കും എന്ന് പ്രഖ്യാപിച്ച നീനു മലയാളി പെൺകുട്ടികളുടെ കരുത്തിൻ്റെ പ്രതീകമായി മാറിയിരുന്നു. തീർച്ചയായിട്ടും ഇന്നും സ്റ്റിൽ തൻ്റെ പ്രിയതമനെ കൊലപ്പെടുത്തിയ വീട്ടുകാർക്കൊപ്പം ഇനി പോകില്ല തീരുമാനമെടുത്ത നീനു പഠനത്തിനായി ബാംഗ്ലൂരിലേക്ക് പോയി. ഇടയ്ക്കൊക്കെ ദുരഭിമാന കൊലകളുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ നീനു എവിടെയെന്ന് മലയാളികൾ അന്വേഷിക്കാറുണ്ട്. അത്രയും സ്നേഹമാണ് മലയാളികൾക്ക് ആ പെൺകുട്ടിയോട്. നീനു വിവാഹിതയായി എന്നും അതല്ല സ്വന്തം അച്ഛനും അമ്മയ്ക്കൊപ്പം പോയി എന്നും കെവിൻ്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു എന്നുമൊക്കെ തുടങ്ങി പല വാർത്തകളും സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട്. ഈയിടെ പുറത്തു വന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ നീനു വിവാഹിതയായി എന്നും കെവിൻ്റെ അച്ഛനാണ് അതിന് മുൻകൈയെടുത്ത് എന്നും കണ്ടിരുന്നു. ശേഷം ആ വിഷയത്തിൽ നിരവധി കമന്റുകൾ അനുകൂലമായും പ്രതികൂലമായും വന്നു. കെവിൻ്റെ അച്ഛൻ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വിശാല മനസ്സിനെ വാഴ്ത്തുന്ന കമന്റുകൾക്കൊപ്പം നീനു പുതുജീവിതം തിരഞ്ഞെടുത്തതിനെ വിമർശിക്കുന്നവരും ഏറെയായിരുന്നു. അതെന്താ, മറ്റൊരു ജീവിതം പാടില്ല എന്നാണോ? ആ കുട്ടി എന്നും ഒറ്റപ്പെട്ടിങ്ങനെ ജീവിക്കണമെന്നാണോ ഈ വേദനയും പേറി? അങ്ങനെയാണോ ആഗ്രഹിക്കേണ്ടത്? എന്നാൽ മനോരമ ഓൺലൈൻ അന്വേഷണത്തിൽ വ്യക്തമായത് മറ്റു പല സംഭവങ്ങളിൽ നിന്ന് പോലെ സാമൂഹിക മാധ്യമങ്ങളിൽ പരക്കുന്ന വാർത്തകളിൽ ഒരടിസ്ഥാനവുമില്ല എന്നാണ്. നീനു വിവാഹിതയായി എന്നത് സത്യമാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ആ പെൺകുട്ടിയുടെ വിവാഹം നടന്നത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 4 മാസം പിന്നിട്ടപ്പോഴാണ് നമ്മളത് അറിയുന്നത്. അറിയേണ്ട കാര്യമില്ല കേട്ടോ. വിവാഹം നടന്നത്. എന്നാൽ സാമൂഹിക മാധ്യമങ്ങളിൽ പറയുന്നത് പോലെ അത് കെവിൻ്റെ വീട്ടുകാർ നടത്തിക്കൊടുത്ത വിവാഹമല്ല. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. കെവിൻ്റെ കുടുംബവുമായി നീനുവിന് ഇപ്പോൾ ഒരടുപ്പവുമില്ല.
മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകലം പാലിച്ച് ജീവിക്കുന്ന നീനുവിൻ്റെ സ്വകാര്യതയെ മാനിക്കുന്നതിനാൽ അവരെ സംബന്ധിച്ചോ വിവാഹവുമായി ബന്ധപ്പെട്ടോ ഉള്ള മറ്റ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. എല്ലാവരിൽ നിന്നും മാറി കേരളത്തിന് പുറത്ത് മറ്റൊരു നഗരത്തിൽ തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് നീനു. നീനുവിന് താല്പര്യമില്ലാത്ത കാലത്തോളം ആരും അവരുടെ ജീവിതം തിരഞ്ഞു പോകേണ്ടതുമില്ല. ജീവിതത്തിൽ നേരിട്ട വലിയ ദുരന്തത്തെ ജീവിച്ച നീനുവിൻ്റെ ഭാവി ശോഭനമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായും എന്ത് ചെയ്യുമ്പോഴും നീനുവിനെ വേദനിപ്പിക്കാതിരിക്കാനുള്ള ബാധ്യത നമുക്കുമുണ്ട്. ഒരിക്കൽ സമൂഹം നൽകിയ ദുരന്തം വീണ്ടും മറ്റൊരു തരത്തിൽ അവൾക്കുണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത നാം കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. ഇതിനകത്ത് എന്ത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം പുറത്തു വരുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയക്കകത്ത് പ്രചണ്ഡമായി പറയുന്ന കാര്യങ്ങളുടെ അകത്തുള്ളതും പലതും ശരിയല്ല എന്നുള്ളതാണ്. ഒന്ന് രണ്ട് കമൻറ്റ് നോക്കിയിട്ട് ഈ കെവിൻ്റെ അച്ഛൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്, റിയാക്ഷൻ നമുക്ക് കേൾക്കാം. ആ കുട്ടി ബാംഗ്ലൂരിൽ പഠിക്കുകയോ ജോലിയോ മറ്റോ ചെയ്യുകയാണ്. അത് വിവാഹം കഴിച്ചിട്ടുമില്ല. കെവിൻ്റെ അച്ഛൻ പറയുന്നതാവും സത്യം. ആ കുട്ടി എന്തായാലും കെവിൻ്റെ അച്ഛൻ്റെയും അമ്മയും ഒക്കെ വിട്ടു പോവില്ല. കല്യാണം കഴിച്ച് നല്ല തീരുമാനമാണ്, ജീവിച്ചു പൊക്കോട്ടെ പാവം. അടുത്തത് പൊക്കിക്കൊണ്ട് വന്നേക്കുക, എങ്ങനെ ജീവിച്ചു പൊക്കോട്ടെ എന്നല്ല. നീനുവിനെ പറ്റി എല്ലാവർക്കും ഒരു ചിന്തയേ ഉള്ളൂ, അവൾ കാരണമല്ലേ ആ പയ്യൻ മരിക്കേണ്ടി വന്നത്. അതൊക്കെ ഇപ്പോൾ അവൾ മറന്നു. വേറെ കെട്ടിയോ പാവം പയ്യൻ്റെ വീട്ടുകാർക്ക് പോയി. ഇതെന്തുവാ? അല്ല, എനിക്ക് അറിയാൻ മേലാച്ചിട്ട് ചോദിക്കാം. കെവിൻ എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടു, ആൾക്കാരാൽ കൊല്ലപ്പെട്ടു. കെവിൻ മരണപ്പെട്ടതിന് ശേഷം നീനു എന്നുള്ള പെൺകുട്ടി ഈ പറയുന്ന കെവിൻ്റെ വീട്ടിൽ കുറേ കാലം കൊണ്ട് ജീവിക്കുന്നു. ആ പെൺകുട്ടിയുടെ പ്രായം നമ്മൾ കണക്കിലെടുക്കണ്ടേ? ആ പെൺകുട്ടിയുടെ ജീവിതം നമ്മൾ കണക്കിലെടുക്കണ്ടേ? കെവിൻ്റെ വേദനയും പേറി ഈ ജീവിതകാലം ഈ ആയുഷ്കാലം മുഴുവൻ കരഞ്ഞു തീർക്കണം, ഒരു ജീവിതം പാടില്ല എന്ന് പറഞ്ഞ് വിധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാപ്പ കുത്തേണ്ട കാര്യം എന്താ? സതി നിർത്തലാക്കിയ കാലം മറന്നുപോയോ? അതിനെന്തിനാണ് ഇത്ര പ്രശ്നം? എന്തിനാണ് ഇത്ര വേദന? എന്തിനാ വേദനിക്കുന്ന? അങ്ങനെ ജാതി ചിന്ത ഹിന്ദുക്കൾക്ക് മാത്രമുള്ളത് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ദളിത് ക്രിസ്ത്യാനി ദളിതൻ ആയിട്ടാണ് അവരും കാണുന്നത്. അവൾ മാത്രം എങ്ങനെ കുറ്റക്കാരിയാകും? പരസ്പരം സ്നേഹിച്ചു, അവർ കല്യാണം കഴിച്ച്, ലോകത്ത് ഇവർ മാത്രമാണ് സ്നേഹിച്ച് വിവാഹം കഴിച്ചത്. കുറ്റപ്പെടുത്തേണ്ടത് അവളുടെ വീട്ടുകാരെയല്ലേ? പിന്നെ ആ കുട്ടി ജീവിതം മുഴുവൻ കല്യാണം കഴിക്കുന്നതെന്നാണോ നല്ല ആശയം? കറക്റ്റാ. കൊച്ചു പെണ്ണല്ലേ, ജീവിതകാലം മുഴുവൻ മൊത്തം തനിച്ച് കഴിയണോ? കുടുംബം കുഞ്ഞ് അങ്ങനെ അവൾക്കും കാണില്ലേ? പിന്നെ സീരിയസ്ലി പിന്നെ കാലാകാലം ആ കുട്ടി കല്യാണം കഴിക്കാൻ നിൽക്കണോ? സീരിയസ്ലി നല്ല ക്വസ്റ്റ്യൻസ്. അവൻ സ്നേഹിച്ചപ്പോൾ ഓർക്കണമായിരുന്നു ഇതിൻ്റെ ഭവിഷ്യത്ത്. മരിച്ചു പോയവരെക്കാളും ജീവനോടെ ഇരിക്കുന്നവർക്ക് തന്നെയാണ് അതിന് പ്രാധാന്യം. എന്തൊക്കെയൊക്കെ പറയുന്നു. ആ കൊച്ചു എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്ന്, അത് കുഴപ്പമില്ല, സുഖമായി ജീവിക്കട്ടെ എന്നാണ് ഇതിൻ്റെ മെജോറിറ്റി കമൻസ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കെവിൻ്റെ അച്ഛൻ്റെ ആ ഒരു റിയാക്ഷൻ നമുക്കൊന്ന് കേൾക്കാം. ഇതിൻ്റെ വാർത്ത വരുന്ന എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് അദ്ദേഹത്തിനോടാണ് ചോദിക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നിങ്ങളിപ്പം വന്ന് ചോദിച്ചാണ് ഞാൻ അറിയുന്നത്. ഇതുപോലെ പലരും ഈ ചാനലിൽ നിന്നൊക്കെ വിളിച്ചെന്നോട് ചോദിച്ചു, പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. അദ്ദേഹത്തിന് അറിയത്തില്ല അങ്ങനെ ഒരു കല്യാണം നടന്നിട്ടുള്ളത്. പലരും ചാനലുകളിലൂടെയും മറ്റുള്ളവരും വന്ന് ചോദിക്കുന്നതിനപ്പുറം അവർക്കത് അറിയത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അവരുടെ കറക്റ്റ് അറിയണം, ഇതിനകത്ത് ഇത്ര തരാം, അവരോട് ചോദിക്കും. എനിക്കറിയത്തില്ല. അദ്ദേഹം ഒന്നാമത് മകൻ നഷ്ടപ്പെട്ടൊരു വൃദ്ധനാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. അവർ ചോദിക്കുമ്പോൾ പോലും പറയുന്നത് അത് ഇട്ടവരോട് ചോദിക്കുന്നതാണ്. കാരണം സോഷ്യൽ മീഡിയക്കകത്ത് ഇങ്ങനെ പ്രചണ്ഡമായിട്ട് ഈ ഒരു കാര്യം അഴിച്ചുവിട്ട ആൾക്കാർ ആരാണ്? അവരാണ് ഇതിന് മറുപടി പറയേണ്ടത്. അവർക്ക് എവിടെ നിന്ന് കിട്ടി ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ? അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറയുന്നു. അദ്ദേഹമാണ് മുൻകൈ എടുത്ത് നടത്തിയെന്നൊക്കെ പറയുന്നു. പക്ഷെ അത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ നിസ്സഹായനായി സമൂഹത്തിൻ്റെ മുമ്പിൽ എത്ര പേരുടെ മുമ്പിലേക്ക് പല കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നു എന്നുള്ള കാര്യം കൂടി ചിന്തിക്കണം. എത്രമാത്രം കഷ്ടമാണ് ആ ഒരു കാര്യം. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നിങ്ങളിപ്പം വന്ന് ചോദിച്ചാണ് ഞാൻ അറിയുന്നത്. ഇതുപോലെ പലരും ഈ ചാനലിൽ നിന്നൊക്കെ വിളിച്ചെന്നോട് ചോദിച്ചു, പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ അവരുടെ കറക്റ്റ് അറിയണം, ഇട്ടവരോട് തന്നെ ചോദിക്കുക. കറക്റ്റ് മറുപടി ഇട്ടവരോട് തന്നെ ചോദിക്കുക. ഇപ്പൊ കല്യാണം കഴിഞ്ഞൊന്നും ആ പെൺകുട്ടി വേറെ വിവാഹം കഴിച്ച് വേറെ മറ്റേ ഇന്നെ വയനാട് സ്വദേശി വിവാഹം കഴിച്ചു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നവർ അവർ തന്നെയല്ലേ മറുപടി പറയേണ്ടത്? അദ്ദേഹം പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇതിനകത്ത് ഇട്ടതാരാ, അവരോട് ചോദിക്കും. എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ ഈ ഒരു വാർത്തയെ കുറിച്ച് പുള്ളിയുടെ ഒരു അവസ്ഥ മനസ്സിലാക്കണേ. മകൻ നഷ്ടപ്പെട്ടു, അതിനുശേഷം ആ ഒരു വേദന മറന്ന് അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ആ പെൺകുട്ടിയെ കൂടെ കൂട്ടി അതിനെയും ഇനി എന്താണ് അവളെ കാര്യവും മകൻ്റെ സ്ഥാനത്ത് മകൻ്റെ വേർപാട് അറിയിക്കാതെ അവളെ കൂടെ നിൽക്കാം അല്ലെങ്കിൽ അവളെ കൂടെ നിർത്താം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പോകുന്ന ഒരു വൃദ്ധൻ. അപ്പോൾ ആ മനുഷ്യൻ ഇന്ന് അയാൾ മുന്നിട്ട് വേറെ വിവാഹം നടത്തി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു.
പക്ഷേ അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല. എന്തുമാത്രം വേദന ഉണ്ടാക്കില്ലേ ആ മനുഷ്യന്. കെവിന്റെ ഫാദറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വാർത്തയുമായി യാതൊരു ബന്ധമില്ല എന്നതും പുറത്തു വരുന്ന വാർത്തകൾ തികച്ചും വ്യാജമാണെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ തന്റെ മരുമകളായ നീനു ബാംഗ്ലൂരിൽ MSW കഴിഞ്ഞ് ജോലി ചെയ്യുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളുമായി യാതൊരു ബന്ധവും അവർക്കില്ല എന്നതാണ് പറയുന്നത്. അങ്ങനെ ഒരു വിവാഹം ഈ നിമിഷം വരെ നടന്നിട്ടില്ല. ഓക്കെ, ഇതിനപ്പുറത്തേക്ക് വേറെ എന്താ വേണ്ടത്? ഇങ്ങനെ ഒരു കല്യാണം നടന്നു എന്ന് പറഞ്ഞ വാർത്തകൾ വ്യാജമാണെന്നും, എന്നാൽ മറ്റേ മനോരമ ന്യൂസിൻ്റെ അവരുടെ എന്തോ അന്വേഷണത്തിൻ്റെ അകത്ത് അങ്ങനെ എന്തോ ഒരു സംഭവം വന്ന കുറിപ്പിൻ്റെ അകത്ത് അവർ വേറെ വിവാഹം കഴിച്ച് ജീവിക്കുന്നുവെന്നും ആ ഒരു കാര്യം പബ്ലിക്കിലേക്ക് അറിയിക്കാൻ താല്പര്യമില്ലാത്തടത്തോളം കാലം പറയത്തില്ല എന്ന്, തിരഞ്ഞ് ആരും പോകണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. ഇതൊക്കെ സത്യാവസ്ഥകൾ പുറത്തു വരട്ടെ. നമുക്കറിയാത്ത കാര്യം നമ്മൾ പറയാതിരിക്കുക എന്നുള്ള കാര്യമാണ്. ഞാൻ ഒരിക്കലും ഇതിനകത്ത് ഇന്നത് നടന്നു എന്നോ നടന്നില്ല എന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇത് നമ്മുടെ മുമ്പിലേക്ക് വന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ ഇത് നടന്നു എന്ന് ഞാൻ പറയത്തില്ല. ബിക്കോസ് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല അത്. ഇതൊരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സെൻസേഷണൽ ആയിട്ടുള്ള ഒരു വലിയൊരു വിഷയമാണ്. ഈ വാർത്തയെക്കുറിച്ച് നിങ്ങൾ നീനുവിനോടായിരുന്നു ആദ്യം ചോദിക്കേണ്ടിയിരുന്നത്. ആ കുട്ടി അങ്ങനെ തീരുമാനം എടുത്തെങ്കിൽ അത് വളരെ നല്ലത്. സീരിയസ്ലി ഞാനത്രേ പറയുള്ളൂ. അച്ഛനോ അമ്മയോ സഹോദരനും ആരുമില്ലാതെ പെൺകുട്ടി സ്നേഹിച്ച പയ്യനും പോയി അവൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു തുണ വേണ്ടേ? കെവിൻ മരിച്ചിട്ട് 7 വർഷമായി ആയിട്ട് സഹായിക്കാൻ ആരുമില്ലായിരുന്നിട്ട് ആ കുട്ടി മോശം വഴിയിൽ പോയിട്ടില്ല. അവിടെ ഓരോന്ന് ഭർത്താവ് മരിച്ച് പിറ്റേ ദിവസം മുതൽ സിമ്പതി പിടിച്ച് പറ്റി സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടി ജീവിക്കുന്നു. ഇത് ആരെയോ കുത്തി പറഞ്ഞതാണ്, എനിക്കറിയത്തില്ല. ഇത് നടന്നാൽ എന്താ, അദ്ദേഹം വിവാഹം നടത്തി കൊടുത്താൽ എന്താ? അതൊരു ചെറിയ പെൺകുട്ടിയല്ലേ, ഭാവിയിൽ അദ്ദേഹം മുൻകൈയെടുത്ത് നടത്തി കൊടുത്തു കൂടായികയില്ലല്ലോ. നിങ്ങളെപ്പോലുള്ളവർ അവർ ജീവിക്കാൻ ഒതുക്കൂലേ? ഇതിനേക്കാൾ ബോധം നിർത്തലാക്കി സതി തിരികെ കൊണ്ടുവരുന്നതാണ്. കുറേ ചെറ്റ യൂട്യൂബ് ചാനലുണ്ട്, ആ തെണ്ടികളാണ് ഇതുപോലെ വാർത്തകൾ കെട്ടിച്ചമയ്ക്കുന്നത്. അദ്ദേഹം ഓക്കെ, സത്യം അവർക്ക് ഓരോ കണ്ടന്റ് എല്ലാം ഫേക്ക് ന്യൂസുകളാണ്. അദ്ദേഹം പൊട്ടിത്തെറിച്ചില്ലല്ലോ, വളരെ മാന്യമായല്ലേ നിങ്ങളോട് മറുപടി പറഞ്ഞത്. അതൊരു ചെറിയ പെൺകുട്ടിയല്ലേ. സോ സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കൊക്കെ സാധാരണ രീതിയിൽ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളെ വേദനിപ്പിക്കുന്ന കമൻറ്റുകളായിരിക്കും. ഒരാളെ കൊല വിളിച്ച് അതിൻ്റെ മേളിൽ 18-ാം പട്ട തെങ്ങും വെച്ച് പിന്നെ അതിന് ശേഷം പിന്നെ വേണമെങ്കിൽ 16 അടിയന്തരവും നടത്തി വേണമെങ്കിൽ അടുത്ത 10 ആണ്ടത്തേക്കുള്ള ആണ്ട് വലിയ വരെ നടത്തിയിട്ടായിരിക്കും പലതും സോഷ്യൽ മീഡിയക്കകത്ത് ഈ ഫേസ്ബുക്കിൽ എസ്പെഷ്യലി കാണുന്നത്. അതുകൊണ്ടാണ് ഒരു അമ്മാവൻ ബൈബന്ധൊക്കെ എപ്പോഴും കളിയാക്കുന്നത്. എങ്കിൽ അവിടെ പോലും ഈ ഒരു കാര്യത്തിനകത്ത് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഒത്തിരി മാറ്റം അവിടെയും വന്നിട്ടുണ്ട്. കാരണം ആൾക്കാർ കുറച്ചുകൂടെ മനസ്സിലാക്കുന്നുണ്ട് ജീവിതങ്ങളെ. ഇപ്പം ഈ കെവിൻ്റെ നീനു, ഇപ്പം നിങ്ങളുടെ ലൈഫ് എടുക്കുക. ഞാൻ ഇത് വളരെ ഓപ്പണായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഞാനിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ, ആണും ഉണ്ടാവും പെണ്ണും ഉണ്ടാവും, വിവാഹം കഴിച്ചവരുണ്ടാവും കഴിക്കാത്തവരുണ്ടാവും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ മരണപ്പെട്ടു, നിങ്ങളുടെ വിധവ ഓർ നിങ്ങളുടെ വേർപാട് കഴിയുന്ന ആ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ആ ഒരു കാമുകൻ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ആബ്സെൻസിൽ നിങ്ങളുടെ മരണശേഷം അവർ അങ്ങനെ തന്നെ നിങ്ങളുടെ ഓർമ്മയും കൊണ്ട് നടക്കണം. ജീവിതകാലം മുഴുവൻ നീ എന്നെ ഓർത്ത് തന്നെ നടക്കണം, നീ വേറെ വിവാഹം കഴിക്കരുത്, നീ വേറെ ജീവിക്കരുത്, നിനക്ക് വേറെ ജീവിതം വേണ്ട എന്ന് ആണിനോടോ പെണ്ണിനോടോ നിങ്ങളുടെ പങ്കാളിയോടോ നിങ്ങളുടെ കാമുകനോടോ നിങ്ങൾ ഏറ്റവും ഉറ്റ ആ വ്യക്തിയോടോ നിങ്ങളിത് പറയുമോ? അതോ നിങ്ങൾ ഇങ്ങനെ പറയുമോ, എൻ്റെ മരണശേഷം ഞാൻ തീർന്നു, അതിനുശേഷം നിനക്കൊരു ജീവിതമുണ്ട്, ആ ജീവിതം നീ കണ്ടെത്തണം, നീ തീർച്ചയായിട്ടും കണ്ടെത്തണം. ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവാം, മറ്റുള്ള കാര്യങ്ങളുണ്ടാവാം, അവരുടെ കാര്യങ്ങളെ പരമാവധി നോക്കണം. ഇത്രയും കാര്യങ്ങളല്ലാതെ അവരെന്തും നിങ്ങളുടെ ഓർമ്മയിൽ തന്നെ വേദനിച്ച് തീവ്രമായിട്ടുള്ള അവരെന്നുള്ളൊരു വ്യക്തിയാണ്. അവരുടെ ജീവിതത്തിന് അവർക്ക് ദൈനംദിനമായിട്ടുള്ളൊരു ശാരീരികമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും, ബയോളജിക്കൽ നീഡ്സ് ഉണ്ടാവും, മറ്റു പലതും ഉണ്ടാവും. ഇമോഷണൽ സപ്പോർട്ട് വേണം, മെൻ്റൽ സപ്പോർട്ട് വേണം, ഇതിനെല്ലാത്തിനും ഒരു തുണ വേണം. അതൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് തന്നെ ജീവിച്ച് തീർക്കണം എന്നായിരിക്കുമോ നിങ്ങൾ പറയുക? അതോ അവർക്ക് അവരുടെ ജീവിതം അവർ തിരഞ്ഞെടുക്കണം എന്നായിരിക്കുമോ നിങ്ങൾ പറയുക? വളരെ പക്വമായിട്ടുള്ളൊരു കമൻറ്റ് കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. ആ പെൺകുട്ടി ഇപ്പോൾ ഒരു ജീവിതം തിരഞ്ഞെടുത്തിട്ട് ഇപ്പോൾ കെവിൻ്റെ അച്ഛൻ മുൻകൈ എടുത്തോ ഇല്ലയോ എന്നുള്ളത് പോലും പ്രശ്നമല്ല. ആ കുട്ടിക്കൊരു ജീവിതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമായിട്ട് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവണം. അതർവൈസ് ആ ഒരു കൊച്ചു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ എല്ലാ മോഹഭംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നും അടയിരുന്ന് വേദനിച്ച് ആ വേദനയുടെ മുട്ടയുടെ മേളിൽ അടയിരുന്ന് ആ മുട്ടയുടെ എല്ലാത്തിൻ്റെ അകത്തും ചാപിള്ളകൾ ജനിച്ച് ആ വേദനയ്ക്കകത്ത് വീണ്ടും തകർന്ന് തരിപ്പണമായി മാനസിക രോഗിയായി ജീവിതകാലം മുഴുവൻ അവസാനം ഒരു ഭ്രാന്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഫ്രസ്ട്രേറ്റഡ് വിമണമായിട്ടൊക്കെ മാറി സാമൂഹിക ദുരന്തമായിട്ട് മാറി എവിടെയെങ്കിലും ഒരു കയറിലോ അല്ലാതെയോ ഒക്കെ നശിച്ചു പോകുന്നത് നിങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടോ? പച്ചയായ ജീവിതങ്ങളല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. ജീവിക്കട്ടെന്നേ, അത് ആ കുട്ടിയും ജീവിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ വിടുകയാണ്. റേസ് ബൈ.